കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഭരണി നക്ഷത്രം. ഭരണിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ജീവിത ഉന്നമനത്തിനും വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് അത് മാറുന്നതിനും എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് നോക്കാം. ഭരണിയുടെ ദശാനാഥൻ ശുക്രനാണ്. ശുക്രനായതുകൊണ്ട് തന്നെ ശുക്രദശാകാലത്ത് അവർക്ക് വളരെ ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. തുടർന്ന് വരുന്ന ആദിത്യൻ, രവി, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്നിങ്ങനെയാണ് ഇവരുടെ ദശാകാലം പോകുന്നത്. ഈ ദശാകാലത്തിലെ ചന്ദ്രൻ, രാഹു, ശനി എന്ന ദശാസന്ധികളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ഈ ഭരണി നക്ഷത്രക്കാരെ അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിവാഹപരമായ തടസ്സങ്ങളും പല പ്രശ്നങ്ങളിൽ ജീവിതത്തിൽ വന്നുപെടാറുണ്ട്. അപ്പോൾ അവരുടെ ദശാകാലം ഏതാണെന്ന് ജാതകം പരിശോധിക്കുക. ആ ദശാകാലം നോക്കിയതിന് ശേഷം ഈ ചന്ദ്രൻ, രാഹു, ശനി എന്ന് പറയുന്ന ദശാസന്ധികളിലെ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഉയർച്ചയും ഗുണപരമായ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഭരണി, പൂരം, പൂരാടം ഈ 3 നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം, വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുക. ഇത് നിങ്ങൾക്ക് ഉചിതമാണ്. മഹാലക്ഷ്മി ഭജനം, മഹാലക്ഷ്മി സ്തോത്രങ്ങൾ, മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവയൊക്കെ നിങ്ങൾ നടത്തണം. ക്ഷേത്രങ്ങളിൽ യക്ഷി പൂജ നടത്താം. വനദേവതയ്ക്കുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ട് യക്ഷി പൂജ നടത്തുന്നത് നല്ലതാണ്. വെള്ളി, ചൊവ്വ തുടങ്ങിയ ദിവസങ്ങളിൽ ഭരണി നക്ഷത്രം ചേർന്ന് വരികയും വെള്ളിയും ചൊവ്വയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രാധാന്യത്തോടു കൂടി തന്നെ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതും വെള്ള, ഇളം നീല, ചുവപ്പ് ഇവ അനുകൂല നിറങ്ങളാണ്. നിങ്ങൾക്ക് പറ്റിയ നിറങ്ങൾ ഇത് 3 രാശ്യാധിപനായ കുജൻ ചൊവ്വ ഇതിനെ പ്രീതിപ്പെടുത്തുന്നതിന് ഭദ്രകാളി ഭജനം, ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ഭജനം നിർബന്ധമായി ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്താൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടും മറ്റു പല വിധത്തിലുള്ള ഉന്നമനത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്.